Dear students, now we are continuing the properties of division. നമ്മൾ ഡിവിസിബിലിറ്റിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ 4 പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. റിഫ്ലക്സീവ് പ്രോപ്പർട്ടി കണ്ടു, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി കണ്ടു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ കണ്ടു, ലീനിയാരിറ്റി പ്രോപ്പർട്ടി കണ്ടു. അപ്പോൾ നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി പോലെ തന്നെയുള്ള അടുത്ത അതിൻ്റെ റിവേഴ്സ് പ്രോപ്പർട്ടിയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ പേരാണ് ക്യാൻസലേഷൻ ലോ. ക്യാൻസലേഷൻ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കണ്ടീഷനാണ് അവിടെ തന്നേക്കുന്നത്. എ ഡി ഡിവൈഡ്സ് എ എൻ. എ ഡി എ എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു, കൂടാതെ എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ഡിവൈഡ്സ് എൻ എന്നുള്ളതാണ് ക്യാൻസലേഷൻ ലോ പറയുന്നത്. ക്ലിയർ അല്ലേ? എ ഡി ഡിവൈഡ്സ് എ എൻ എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്, കൂടാതെ ഈ കോമൺ ആയിട്ടുള്ള എ നോട്ട് ഈക്വൽ ടു 0 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി ഡിവൈഡ്സ് എൻ, അതായത് എ 2 സൈഡിലും ക്യാൻസൽ ചെയ്ത് കളയാം എന്നാണ് അതിൻ്റെ മീനിങ്. ഒരു നോൺ സീറോ നമ്പറാണ് കോമൺ ആയിട്ട് വരുന്നതെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. ഗിവൺ കണ്ടീഷൻ എന്താണ്? എ ഡി ഡിവൈഡ്സ് എ എൻ എന്നാണ്. അപ്പോൾ എ ഡി ഡിവൈഡ്സ് എ എൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? എ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ഡി. സോ എ എൻ ഈക്വൽ ടു സം സി ഇൻറ്റു എ ഡി എന്ന് നമുക്ക് പറയാം. സോ എ എൻ മൈനസ് സി എ ഡി ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് എ ഉണ്ടല്ലോ, അത് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ ഇതിനെ എ ഇൻറ്റു എൻ മൈനസ് സി ഡി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. പിന്നെ ഗിവൺ കണ്ടീഷൻ എന്താണ്? എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഗിവൺ കണ്ടീഷൻ. അപ്പോൾ എയുടെയും എൻ മൈനസ് സി ഡിയുടെയും പ്രോഡക്റ്റ് 0 ആണ്, പക്ഷേ എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പിന്നെ ഏതായിരിക്കും 0? എൻ മൈനസ് സി ഡി ആയിരിക്കും 0. സോ എൻ ഈക്വൽ ടു സി ഡി എന്ന് പറയാം. അപ്പോൾ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. എൻ ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറഞ്ഞാൽ അതല്ലേ മീനിങ്? എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി. സോ ഡി ഡിവൈഡ്സ് എൻ. അപ്പോൾ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തത്? എ ഡി ഡിവൈഡ്സ് എന്നിൽ സ്റ്റാർട്ട് ചെയ്തു, ഡി ഡിവൈഡ്സ് എന്നിൽ എൻഡ് ചെയ്തു. ഇതാണ് ക്യാൻസലേഷൻ ലോ. അതായത് കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് നോൺ സീറോ ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി 1 ഡിവൈഡ്സ് എൻ. അതായത് 1 ഡിവൈഡ്സ് എവരി ഇൻറ്റിജർ. 1 എല്ലാ ഇൻറ്റിജറിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതും നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാം? എല്ലാ ഇൻറ്റിജർ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു 1 എന്ന് എഴുതാം. അതായത് എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1 ആണ്. ശരിയല്ലേ? എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1 ആണ്. സോ 1 ഡിവൈഡ്സ് എൻ എന്ന് പറയാം. ആദ്യം നമ്മൾ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെ എഴുതിയത്. എൻ ഡിവൈഡ്സ് എൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1 എന്ന് തന്നെ എഴുതിയത്. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1 ആയതുകൊണ്ട് എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്നും ആണ്, എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1ഉം ആണ്. സോ എൻ ഡിവൈഡ്സ് എന്നും ശരിയാണ്, 1 ഡിവൈഡ്സ് എന്നും ശരിയാണ്. അതായത് 1 ഡിവൈഡ്സ് എവരി ഇൻറ്റിജർ. അപ്പോൾ അതാണ് 6ാമത്തെ പ്രോപ്പർട്ടി. ഇനി 7ാമത്തെ പ്രോപ്പർട്ടി നോക്കാം. 7ാമത്തെ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? എൻ ഡിവൈഡ്സ് 0. അതായത് എവരി ഇൻറ്റിജർ ഡിവൈഡ്സ് 0. എല്ലാ ഇൻറ്റിജറും 0നെ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ എൻ ഡിവൈഡ്സ് 0 എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് കാണിച്ചാൽ പോരെ? അത് വളരെ ഈസിയാണ്. കാരണം 0 ഈക്വൽ ടു 0 ഇൻറ്റു എൻ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 0 ഈക്വൽ ടു 0 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. സോ എൻ ഡിവൈഡ്സ് 0. അപ്പോൾ എവരി ഇൻറ്റിജർ ഡിവൈഡ്സ് 0. അപ്പോൾ ഈ 6ാമത്തെ 7ാമത്തെയും പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഡിവൈഡ്സ് എവരി ഇൻറ്റിജർ, അതുപോലെ തിരിച്ച് എവരി ഇൻറ്റിജർ ഡിവൈഡ്സ് 0. അടുത്തത് 8ാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇനി 0 ഡിവൈഡ്സ് എൻ ആണെങ്കിൽ എൻ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് 0 ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് നമ്പറിനെ മാത്രമായിരിക്കും? അത് 0യെ മാത്രമായിരിക്കും. മനസ്സിലായോ? 7ാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എല്ലാ ഇൻറ്റിജറും 0നെ ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ 0 ഡിവൈഡ് ചെയ്യുന്നത് ആരെയാണ്? 0 ഡിവൈഡ് ചെയ്യുന്നത് 0യെ മാത്രമാണ്. അതാണ് 0 ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ ആ എൻ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഉറപ്പായിട്ടും 0 ആയിരിക്കും. അതെങ്ങനെ പ്രൂവ് ചെയ്യാം നമുക്ക്? 0 ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 0 എന്നല്ലേ? സോ എൻ ഈക്വൽ ടു 0 ഇൻറ്റു സി. 0 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ്. അപ്പോൾ എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്തത് 9ാമത്തെ പ്രോപ്പർട്ടി നോക്കാം. 9ാമത്തെ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ഡി ഡിവൈഡ്സ് എൻ ആൻഡ് എൻ നോട്ട് ഈക്വൽ ടു 0.
അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഡി ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എൻ. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഡി ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഡി ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി, അതായത് എൻ ഈസ് ഈക്വൽ ടു സി ഡി എന്നാണ് മീനിങ്. ഇനി നമ്മളപ്പോൾ രണ്ട് സൈഡിലും മോഡുലസ് എടുത്ത് അപ്പോൾ മോഡ് എൻ ഈക്വൽ ടു മോഡ് സി ഡി. മോഡ് സി ഡിയെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് സി ഇൻറ്റു മോഡ് ഡി എന്ന് എഴുതിക്കൂടെ? മോഡുലസ് അവിടെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ മോഡ് സി ഇൻറ്റു മോഡ് ഡി എന്ന് പറയുമ്പം അത് എന്തിനേക്കാളും വലുതായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഡി ആയിരിക്കും. കാരണം മോഡ് സിയും ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്, മോഡ് ഡിയും ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ വാല്യൂവിനേക്കാളും ആ പ്രോഡക്റ്റ് വലുതായിരിക്കില്ലേ? അപ്പം മോഡ് ഡിയുടെ വാല്യൂവിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും മോഡ് സി ഇൻറ്റു മോഡ് ഡി. അപ്പം നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? മോഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഡി എന്ന് കിട്ടി. അതായത് മോഡ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എൻ എന്നല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഡി ഡിവൈഡ്സ് എൻ ആണെങ്കിൽ മോഡുലസ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എൻ ആയിരിക്കും. അവിടെ ആ മോഡുലസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ നെഗറ്റീവൊക്കെ വരുന്ന സമയത്തെ ആ മോഡുലസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 2 ഡിവൈഡ്സ് -4 ആണ്, ശരിയല്ലേ? 2 -4നെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ച് നമുക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതിൽ ഏതാ വലുത്? ഏതാ? 2 തന്നെയാണ് വലുത്. പക്ഷെ അതിൻ്റെ മോഡുലസ് എടുത്താലോ? മോഡ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് -4 എന്ന് നമുക്ക് പറയാം. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് കമ്പാരിസൺ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ആ ഡിയും എന്നും തമ്മിലൊരു കമ്പാരിസൺ അല്ലേ ഇവിടെ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേര് കമ്പാരിസൺ പ്രോപ്പർട്ടി എന്നാണ്. ഇനി അടുത്ത 10ാമത്തെ പ്രോപ്പർട്ടിയാണ്. 10ാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡി ഡിവൈഡ്സ് എൻ ആൻഡ് എൻ ഡിവൈഡ്സ് ഡി. അതായത് എന്നും ഡിയും പരസ്പരം ഡിവൈഡ് ചെയ്യുന്നു. ഡി എന്നിനെയും ഡിവൈഡ് ചെയ്യുന്നു, എൻ ഡിയെയും ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഡി ഡിവൈഡ്സ് എൻ ആൻഡ് എൻ ഡിവൈഡ്സ് ഡി ഇംപ്ലൈസ് മോഡ് ഡി ഈക്വൽ ടു മോഡ് എൻ. അത് നമുക്ക് എങ്ങനെ പറയാം? അതും നമ്മൾ ഈ 9ാമത്തെ കമ്പാരിസൺ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഡി ഡിവൈഡ്സ് എൻ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? മോഡ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എൻ എന്ന് പറയാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? എൻ ഡിവൈഡ്സ് ഡി എന്നാണ്. അത് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? മോഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഡി. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയേക്കുന്നത്? മോഡ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എൻ എന്നും കിട്ടിയിട്ടുണ്ട്, മോഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഡി എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് പറയാം? മോഡ് എൻ ഇസ് ഈക്വൽ ടു മോഡ് ഡി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 10ാമത്തെ പ്രോപ്പർട്ടി. സിമ്പിളല്ലേ? ഇനി അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടി 11ാമത്തെ പ്രോപ്പർട്ടി പറയുന്ന ഇതാണ്. ഡി ഡിവൈഡ്സ് എൻ ആൻഡ് ഡി നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എൻ ബൈ ഡി ഡിവൈഡ്സ് എൻ. അത് ഇവിടെ എഴുതിയേക്കുന്ന ആ എൻ ബൈ ഡി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷനാണ്. ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ എന്നും ഡിനോമിനേറ്റർ ഡിയും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫിലോട്ട് കിടക്കാം. ഇതിനകത്ത് പറയുന്ന കാര്യം ആദ്യം പറയുന്നത് എന്താണ്? ഡി ഡിവൈഡ്സ് എൻ എന്നല്ലേ. അപ്പോൾ ഡി ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡി ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി, അതായത് എൻ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി. അപ്പോൾ സി എന്താണ്? സി ഈസ് ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് എഴുതിക്കൂടെ? സി ഈക്വൽ ടു എൻ ബൈ ഡി ആകുമ്പോൾ നമുക്ക് എന്നിനെ നമ്മൾ സി ഡി എന്നാണല്ലോ എഴുതിയത്. എന്നിനെ നമ്മൾ സി ഡി എന്ന് എഴുതി, വിച്ച് ഇംപ്ലൈസ് സി ബൈ അതിൻ്റെ മീനിങ് എന്താണ്? എൻ ഈക്വൽ ടു സി ഡി എന്ന് പറഞ്ഞാൽ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി ആസ് വെൽ ആസ് എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സി. സോ സി ഡിവൈഡ്സ് എൻ എന്നും പറയാം. ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ സി ഡിവൈഡ്സ് എൻ എന്നും പറയുന്നത്? കാരണം എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് സി ആൻഡ് ഡി ആണ്. സോ സി ഡിവൈഡ്സ് എൻ എന്ന് പറയാം. പക്ഷെ സി എന്താണ് ആക്ച്വലി? സി എന്ന് പറഞ്ഞാൽ എൻ ബൈ ഡി ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എൻ ബൈ ഡി ഡിവൈഡ്സ് എൻ എന്നുള്ളതല്ലേ? ക്ലിയർ ആണോ അത്?
ഒന്നും കൂടെ നോക്കാം. നമ്മുടെ ഗിവൺ കണ്ടീഷൻ ഡി ഡിവൈഡ്സ് എൻ എന്നാണ്. സോ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി, അതായത് എൻ ഈസ് ഈക്വൽ ടു സി ഡി. സോ സി ഈക്വൽ ടു എൻ ബൈ ഡി. ഇനി എൻ ഈസ് ഈക്വൽ ടു സി ഡി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സി ഡിവൈഡ്സ് എൻ എന്ന് പറയാം. പക്ഷേ സിക്ക് നമ്മളിപ്പോൾ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? എൻ ബൈ ഡി. അപ്പോൾ സി ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എൻ ബൈ ഡി ഡിവൈഡ്സ് എൻ എന്നാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഡിവിഷൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ